നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 14ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. കേരള ജിയോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നദികൾ പഠിച്ചു, കേരളത്തിലെ കായലുകൾ പഠിച്ചു. ഇന്ന് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, അതുപോലെ താപവൈദ്യുത പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കേരള ജിയോഗ്രഫി ഇങ്ങനെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ്. ഇങ്ങനെ പഠിച്ച് പോകുന്നതിനോടൊപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടത്തുക. ടെലിഗ്രാം ചാനലിൽ എക്സാമുകൾ നൽകുന്നത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പഠിച്ചത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചെയ്തു നോക്കുക. അപ്പോൾ 100 ദിവസം നിങ്ങൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞത് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കാതെ പോകരുത്. നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം പറ്റുമോ അത്രത്തോളം പഠിച്ചോളുക. ഒരു ദിവസം നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ ഈ ക്ലാസ്സെങ്കിലും കേട്ട് നിങ്ങൾ പഠിക്കുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് രീതിയിലാണ്? ജലവൈദ്യുതിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ജലത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ താപവൈദ്യുതിയുണ്ട്, അതുപോലെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെയാണ്? ജലവൈദ്യുത പദ്ധതികളാണ്. ജലത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഒരു പോയിൻ്റാണ് KSEB സ്ഥാപിതമായത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്പനി ബോർഡ് LGSനാണ്. നമ്മുടെ VFAയ്ക്കും ബെവ്കോ LDCക്കും എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി LGSനും അതുപോലെ 10th പ്രിലിംസ് ഈ ഒരു ബെവ്കോ LDC സ്റ്റോർമാനൊക്കെ വരുന്ന കമ്പനി ബോർഡ് LGSും കൂടെ വരുന്ന പ്രിലിംസ് 10th പ്രിലിംസ് 2026 ഈ മേഖലകളിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യം ഉണ്ടായിരിക്കും. കേരള ജിയോഗ്രഫി സിലബസിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചുകൊള്ളുക. KSEB സ്ഥാപിതമായത് ഈ ക്ലാസ് കണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് പൊക്കോളുക. 1957 മാർച്ച് 31 KSEB സ്ഥാപിതമായത്. 1957 മാർച്ച് 31 KSEB സ്ഥാപിതമായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് നോക്കണം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 1940 എന്ത് ചെയ്യുന്നത്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നത്. കമ്മീഷൻ ചെയ്തത് ഏത് വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1940. അടുത്ത ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുതിരപ്പുഴയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പെരിയാറിൻ്റെ പോഷക നദികൾ പഠിച്ചപ്പോൾ മുല്ലയാർ, മുതിരപ്പുഴയാർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പം ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് നോക്കാം. ചെങ്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. 1954 ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. അപ്പോൾ പള്ളിവാസൽ 1940, അതിനുശേഷം രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം 1954. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? മുതിരപ്പുഴയിൽ തന്നെയാണ്. അപ്പോൾ പള്ളിവാസലും അതുപോലെ ചെങ്കുളം പദ്ധതിയും മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കിട്ടി. ഇനി നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണെന്ന് ചോദിക്കും. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് ചില അണക്കെട്ടുകൾ വരുന്നുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അതാണ് ഇടുക്കി അണക്കെട്ടുണ്ട്, ചെറുതോണി, കുളമാവ്. ഈ ഇത്ര അണക്കെട്ടുകളാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് തുടങ്ങിയ അണക്കെട്ടുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകളാണ് എന്ന് അറിയാം. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ ഒരു രാജ്യം സഹായിച്ചു. ഏതാണ് ആ രാജ്യം?
കാനഡയാണ്. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കാനഡയാണ് എന്ന് അറിയുക. ഇനി നമുക്ക് നോക്കാം ഭൂഗർഭ ജലവൈദ്യുത നിലയങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൂലമറ്റം. മൂലമറ്റമാണ് ഭൂഗർഭ ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. കേരളത്തിലെ ആദ്യത്തേതെന്ന് ചോദിക്കുകയാണെങ്കിൽ പള്ളിവാസൽ പറയുക. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് അറിയുക. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി വൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിക്കുന്ന ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഇനി കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് കുത്തുങ്കലാണ്. അപ്പോൾ ആദ്യത്തേത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തേത് മണിയാറും, സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കലാണ് എന്ന് അറിയുക. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. മിനി ജലവൈദ്യുത പദ്ധതി സ്വന്തമായിട്ട് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് താപവൈദ്യുത പദ്ധതികളെക്കുറിച്ച് നോക്കാം. താപവൈദ്യുത പദ്ധതികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ എന്താണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാഫ്തയാണ്. നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ചോദിക്കുകയാണെങ്കിൽ കായംകുളം NTPC താപനിലയമാണ്. ഇനി ഡീസൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുരമാണ്. ഇപ്പോൾ ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. അതേസമയം കായംകുളത്തേതാണ്? നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളമാണ്. അപ്പോൾ ആദ്യത്തേത് ബ്രഹ്മപുരവും രണ്ടാമത്തേത് നല്ലളവുമാണ്. ഇന്ന് നോക്കിക്കേ, കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഉണ്ട്: നല്ലളം, ബ്രഹ്മപുരം, കായംകുളം. ഇത് മൂന്നും നമ്മൾ പറഞ്ഞു. ഏതേത് ജില്ലകളിലാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ കായംകുളത്ത് ഏതാണ് ഇന്ധനം ഉപയോഗിക്കുന്നത്? നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയമാണ്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തത് നോക്കിക്കേ, ബ്രഹ്മപുരത്ത് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഡീസലാണ് ബ്രഹ്മപുരത്ത് യൂസ് ചെയ്യുന്നത്. നല്ലളത്തും എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഡീസൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ചീമേനിയിൽ, കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ എന്താണ്? പ്രകൃതിവാതകമാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. പ്രകൃതിവാതകമാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കേരളത്തിലെ കാറ്റാടി ഫാമുകൾ എവിടെയൊക്കെയാണുള്ളതെന്ന് നോക്കിക്കേ. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ എന്ന് പറയുമ്പോഴത്തേനും പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കാറ്റാടി ഫാമുണ്ട്. അതുപോലെ പാലക്കാട് തന്നെയാണ് അട്ടപ്പാടി, അഗളി പാലക്കാട്, രാമക്കൽമേട് ഇടുക്കി. ഇത്രയും സ്ഥലങ്ങളിൽ എന്തുണ്ട്? കാറ്റാടി ഫാമുകളുണ്ട്. കഞ്ചിക്കോട് പാലക്കാട്, അട്ടപ്പാടി പാലക്കാടാണ്, അഗളി പാലക്കാടാണ്, രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് കാറ്റാടി ഫാമുകൾ, അല്ലെങ്കിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അടിസ്ഥാനപരമായിട്ടും വൈദ്യുത പദ്ധതികളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ബേസിക് കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ആദ്യം നിങ്ങൾ ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? തുടക്കക്കാരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബേസിൽ പഠിപ്പിക്കുന്നത്. കമ്പനി ബോർഡ്, LGS ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ ഈ ക്ലാസ് മുഴുവനായിട്ടും കേട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. എക്സാം ടെലിഗ്രാം ചാനലിലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കാണും. ജോയിൻ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തുടർന്നുള്ള ക്ലാസ്സുകളും കൂടെ കാണുക. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്